ഇത് ചോദിച്ചപ്പോൾ കംസന് തോന്നി, അസുര സ്വഭാവം വന്നു. ശരിയാണല്ലോ നാരദമുനി പറയുന്നത്, ഇതൊക്കെ ഒരു ഈശ്വരന്റെ ഒരു നാടകമാണല്ലോ കംസനെ ദുഷ്ടതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് നേരെ പോയി ആ കുട്ടിയെ എടുത്തു, കാലിൽ പിടിച്ചു, അങ്ങനെ പാറയിൽ അടിച്ചു കൊന്നു. അങ്ങനെ 6 കുഞ്ഞുങ്ങളെയും കംസൻ പാറയിൽ അടിച്ചു കൊന്നു. 7ാമത് ഗർഭം ധരിച്ചു. ദേവി ഗർഭം ധരിച്ചപ്പോൾ ആ ഗർഭത്തിനെ മായ മൂലം രോഹിണിയിലേക്ക് സംഘർഷണം ചെയ്തു വിട്ടു. അതുകൊണ്ട് കംസനോട് പറഞ്ഞു, ഗർഭം സ്രവിച്ചു പോയി. അത് കേട്ടപ്പോൾ 8ാമത് ഗർഭമായി. ആ 8ാമത് ഗർഭമായപ്പോൾ കംസന് ശരിയാണ്, ഈ ഗർഭത്തിൽ പിറക്കുന്ന കുഞ്ഞാണല്ലോ കൊല്ലുക എന്നുള്ള ആ വെമ്പൽ കംസന് തോന്നാൻ തുടങ്ങി. ആ സമയത്ത് കംസൻ ദേവകിയെ കാണാൻ വരുന്നു. അതായത് കംസൻ ദേവകിയെ കാണാൻ വരികയാണ്. കാണാൻ വന്നപ്പോൾ ആ ദേവകിയുടെ മുഖത്തെ ഒരു വല്ലാത്തൊരു ചൈതന്യം, ദൈവീക ചൈതന്യം, ആ മുഖത്തൊരു പ്രകാശം. അത് കണ്ടപ്പോൾ കംസന് തോന്നി, ഓ, ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞാണല്ലോ നമ്മളെ കൊല്ലുക എന്ന് കംസന് തോന്നാൻ തുടങ്ങി. കംസന് ഭയം കൂടി. രാത്രി ഉറക്കം വന്നില്ല. കംസൻ പേടിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ദേവാദിദേവന്മാരെല്ലാവരും വന്ന് പറഞ്ഞു അത്രേ, ദേവകിയോട് പറഞ്ഞു അത്രേ, അരുത് ദേവകി, പേടിക്കരുത്. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് നിനക്ക് ജനിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞ് നിന്നെയും രക്ഷിച്ച് ലോകമേ രക്ഷിക്കും എന്ന് പറയുന്നു. ദേവാദിദേവന്മാരെല്ലാവരും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ദേവകിക്ക് കുറച്ച് സമാധാനമായി. ഭൂമിദേവി സർവാലങ്കൃത ഭൂഷിതയായിരുന്നു അത്രേ ശ്രീകൃഷ്ണനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭൂമിദേവിയുടെ മകളല്ലേ സീതാദേവി. രാമാവതാരത്തിൽ രാമനെ കല്യാണം കഴിച്ചു കൊടുത്താലും അന്ന് ഭൂമിദേവിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഭൂമിദേവി സർവ സ്ഥലത്തും എല്ലാ വിളകളും സസ്യങ്ങളും എല്ലാം നല്ലോണം വിളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടി കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അർദ്ധരാത്രി സമയം, ചിങ്ങമാസം അഷ്ടമി തിഥി, രോഹിണി നക്ഷത്രം, അർദ്ധരാത്രി. ആ ചന്ദ്രഭഗവാൻ ഉദിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം വസുദേവരും ദേവകിയും നോക്കുന്നു. ആ സമയത്ത് ഒരു പ്രകാശം ജ്വലിച്ചു അത്രേ. ആ സമയത്ത് സാക്ഷാൽ ഭഗവാൻ അവതാരം എടുക്കുന്നു. അതായത് സ്നാനി കൈകളോടുകൂടി, ശംഖചക്രം ഗദ പത്മത്തോടുകൂടി, മാറിൽ ലക്ഷ്മി ദേവിയോടുകൂടി, അങ്ങനെ കൗസ്തുഭരത്നത്തോടുകൂടി ഭഗവാൻ രൂപം കൊടുത്തു. അത് കണ്ടപ്പോൾ ദേവകിക്കും വസുദേവനും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവർ വിചാരിച്ചു, ഞങ്ങൾ ഏത് ജന്മത്താണ് ഈ സുഹൃതം ചെയ്തിരിക്കുന്നത്, സാക്ഷാൽ ഈശ്വരനായി വന്ന് ജനിക്കുവാനെന്ന് അവർ വിചാരിക്കുന്നു. ഏതത്വാം ദർശിതം രൂപം പ്രാജന്മസ്മരണമേ മൂനാന്യതദ്ഭാവം ജ്ഞാനം മർത്യലിംഗതേ ജായതേ. 3 ജന്മമായി കുട്ടിയായി ജനിക്കണമേ എന്ന് ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഭഗവാനായി, ശ്രീകൃഷ്ണ ഭഗവാനായി അവർക്ക്